നവീകരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയുടെയും കാറ്റമറൈൻ ബോട്ടുകളുടെയും ഉദ്ഘാടനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. മന്ത്രിയും എം.എൽ.എമാരും കൊച്ചി മേയറും ഉൾപ്പെടെയുള്ളവർ പുതിയ ബോട്ടിൽ എറണാകുളം ജെട്ടിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലെ പുതിയ ബോട്ട് ജെട്ടിയിലേക്ക് യാത്ര നടത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എറണാകുളത്ത് നിന്നും അരൂക്കുറ്റിയിലേക്കുള്ള പുതിയ ബോട്ട് സർവീസിന്റെ ഉദ്ഘാടനവും വേദിയിൽ നടത്തി. ജലഗതാഗത മേഖലയിലെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ടൂറിസം സാധ്യതകളെയും ഒപ്പം യാത്രക്കാരെയും ഈ മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. സംസ്ഥാന ജലഗതാഗത വകുപ്പ് പുതുതായി നീറ്റിലിറക്കിയ 175 പാസഞ്ചർ കപ്പാസിറ്റിയുള്ള കാറ്റമറൈൻ ബോട്ടുകളുടെയും 5 ഡിങ്കി ബോട്ടുകളുടെയും സിൽറ്റ് പുഷർ മെഷീന്റെയും നവീകരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയുടെയും ഉദ്ഘാടനം എറണാകുളത്ത് വെച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. 2 വർഷത്തിന് മുമ്പ് 2018 പ്രളയത്തിൽ ബോട്ട് ജെട്ടിയിലേക്ക് എടുക്കാൻ പറ്റാത്തൊരു നില ഉണ്ടാവുകയും അതിനുശേഷം ജലഗതാഗത വകുപ്പ് ബോട്ട് അടുപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാട്ടർ അതോറിറ്റിയെ ഇതിന്റെ ചുമതല ഏറ്റു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു തരത്തിലും അത് തീർത്ത് തന്നില്ല എന്നുള്ള സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പക്ഷേ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഡ്രഡ്ജിങ്ങിന് വേണ്ടി ഒരു ഡ്രഡ്ജർ വാങ്ങിയപ്പോൾ ആദ്യം തന്നെ സ്മാർട്ട് സിറ്റിയുടെ ചുമതല കൂടിയുള്ള ഷാജി പലതവണ ഞാൻ വന്നതിന് ശേഷവും ഇറിഗേഷനുമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തി. എന്നിട്ടൊന്നും അത് ഫലം കാണാത്തത് കൊണ്ട് ഈ ഡ്രഡ്ജർ കൊണ്ടുപോയി അതങ്ങ് വൃത്തിയാക്കി. കാര്യങ്ങൾ ഏത് വിധത്തിലും നടത്തുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ആദ്യം നമ്മൾ മുന്നിൽ കാണുന്നത്. ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഏത് കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നവർക്ക് അത് കൈമാറണം, ഉപയോഗപ്രദമാണ്. നമ്മളൊരു ബോട്ട് ചീട്ടി പണിതിട്ടു, അതവിടെ കിടന്ന് 2, 3, 4 കൊല്ലങ്ങളും നശിക്കും. നമുക്കൊരു ബോട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ബോട്ട് ചീട്ടിയാവില്ല. എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലൊരു വേഗത ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ എറണാകുളം ജെട്ടിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലെ പുതിയ ബോട്ട് ജെട്ടിയിലേക്ക് യാത്ര നടത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എം.എൽ.എ. ടി.ജെ. വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജലഗതാഗത രംഗത്ത് കെ.എം.ആറിന്റെ പ്രവർത്തനത്തോടുകൂടി വലിയ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജലഗതാഗത വകുപ്പ് ഇന്ന് ഇവിടെ ഇത്തരം ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം. അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. CSML പദ്ധതി പ്രകാരം ബസ് സ്റ്റാൻഡ് പണിയാൻ പറ്റിയില്ലെങ്കിലും ഞാനത് പണിത് തന്നിരിക്കും, ഞാൻ പറഞ്ഞാൽ വെറുതെ ആകില്ല, അത് ചെയ്തിരിക്കും എന്ന് ബഹുമാനനായ മിനിസ്റ്റർ പറഞ്ഞു. അതോടുകൂടി എനിക്കും MLA-ക്കും ഒരു കാര്യം ഉറപ്പായി. KSRTC സ്റ്റാൻഡിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു താൽക്കാലികമായ ഒരു ചെറിയ സ്റ്റാൻഡ് നിർമ്മാണം നടന്നിരിക്കും എന്ന കാര്യം അതോടുകൂടി ഉറപ്പായി. യോഗത്തിൽ MLA-മാരായ KJ മാക്സി, KN ഉണ്ണികൃഷ്ണൻ, ദലീമ ജോജോ, ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ, കൊച്ചി നഗരസഭാ ചെയർമാൻ TK അഷ്റഫ്, ജലഗതാഗത വകുപ്പ് സൂപ്രണ്ട് M. സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ പ്രഖ്യാപനങ്ങളും നമുക്ക് എല്ലാവർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കൊച്ചിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചിക്കാരെ ഏറ്റവും കൂടുതൽ കൊച്ചിക്കാർ യാത്ര ചെയ്യുന്ന ബോട്ടാണ് ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടി എന്ന് പറയുന്ന കസ്റ്റംസ് ബോട്ട് എന്നാണ് പറയുന്നത്. അതിപ്പോ നവീകരിച്ചു, CSML കൊണ്ട് നവീകരിച്ചു. ജലഗതാഗത മേഖലയിലെ സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഈ മേഖലയുടെ ടൂറിസം സാധ്യതകളെയും അതുപോലെ യാത്രക്കാരെയും മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതാക്കുന്നതിനും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിൽ എറണാകുളത്ത് നിന്നും അരൂക്കുറ്റിയിലേക്കുള്ള പുതിയ ബോട്ട് സർവീസിന്റെ ഉദ്ഘാടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.